മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചില തിന്മകളും നന്മകളും ഒക്കെ സംഭവിക്കുമ്പോൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാറുണ്ട്. പിന്നെ 1-2 ആഴ്ചകൾ കഴിഞ്ഞ് പ്രതികരിക്കാറുണ്ട്. ഈ 1-2 ആഴ്ചകൾ കഴിഞ്ഞ് പ്രതികരിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശവുമുണ്ട്, അല്ലെങ്കിൽ ദുരുദ്ദേശവുമുണ്ട്. അത്രയും ദിവസം മീഡിയയും ബുദ്ധിജീവികളും അതല്ലാത്തവരും സാധാരണക്കാരും അനുയായികളും എതിരാളികളും ഒക്കെ എന്തൊക്കെയാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് എന്നുകൂടി വിശകലനം ചെയ്തതിന് ശേഷം ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ചേർത്ത് കൊടുക്കേണ്ടി വരും. ഓരോരുത്തർക്കും പ്രത്യേകം കൊടുക്കേണ്ടി വരും. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ്. സിസ്റ്റർ അഭയ കേസ് നാർക്കോ അനാലിസിസ് പാർട്ട് 1 മുതൽക്ക് 3 വരെ. അതിൽ ടോട്ടൽ റൺ ടൈം 22 മിനിറ്റ് യൂട്യൂബിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതില് ഈ ഗംഗേശാനന്ദ് എന്തോ പറഞ്ഞോടായിരിക്കും, ഹരിസ്വാമി എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഒരു പേരാണ്. കള്ളസ്വാമിയാണ്, കള്ളസന്യാസിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അയാളത് ചെയ്തപ്പോ ഹൈന്ദവ ജനത അയാൾക്ക് വേണ്ടി വാദിക്കും, അല്ലെങ്കിൽ അയാൾക്കെതിരെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ന്യൂനപക്ഷവും എല്ലാം പ്രതികരിക്കുമ്പോൾ ഹിന്ദുക്കൾ അങ്ങ് തകർന്നു പോകുമെന്ന് ധരിച്ചിരുന്നു കുറെ പേര്. ജന്മദിനം ആഘോഷിക്കുന്ന പിണറായി വിജയന്റെ ഏറ്റവും വലിയ ചിരിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇയാളുടെ ലിംഗം മുറിച്ചപ്പോഴുള്ളത്. ഏതായാലും അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ മാഗസിൻ ഒത്തിരി പേരത് വാങ്ങിച്ചു. അതിലെഴുതിയെന്ന് തോന്നുന്നു, ഞാൻ നേരിട്ട് വായിച്ചില്ല, പറയുന്ന കേട്ടു. ഇത് ഹിന്ദു സമുദായത്തെ ഒരിക്കലും ബാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ സ്വാമിക്കെതിരെ ഹൈന്ദവ ജനത ഒരുമിച്ച് നിന്ന് മറ്റു മതക്കാർക്ക് കൂടി മാർഗദർശകമായി എന്നായിരുന്നു സന്ദേശം. വേർഡ് ബൈ വേർഡ് അല്ല. നല്ല രസകരമായിട്ട് വാട്സപ്പിൽ അയച്ചിരിക്കുന്നത് ഞാനത് വായിക്കാം, ജസ്റ്റ് വായിക്കാം, കമന്ററി ഒന്നുമില്ല. ബലാത്സംഗ കേസുകളെയും സ്ത്രീ പീഡനത്തെയും ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ഈ അവസരത്തിൽ നമുക്കൊന്ന് നോക്കാം. ഹരിസ്വാമിയുടെ ലിംഗം ഛേദിച്ച സംഭവം, അതിൽ കുമ്മനം രാജശേഖരൻ പറഞ്ഞത്, സ്വാമിയല്ല സ്വന്തം സഹോദരനായാലും തെമ്മാടിത്തരം കാണിച്ചാൽ കാവാലം അടിച്ചു പൊളിക്കും. അടുത്തത്, സ്ത്രീയെ ഉപദ്രവിക്കുന്നവർ ആരായാലും വെറുതെ വിടരുത്, അത് കാവ്യുടുത്ത സ്വാമി ആയാലും വേണ്ടില്ല, ശശികല ടീച്ചർ പറഞ്ഞു. അടുത്തത്, ഹിന്ദു രക്ഷായാത്രയുടെ ഭാഗമായി ഒറ്റപ്പാലത്തെ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാനത്തെ അധ്യക്ഷ കൂടിയായ ശശികല ടീച്ചർ. അപ്പൊ ആ സംസാരിക്കുന്നതിനിടയ്ക്കാണ് പറഞ്ഞത്, അത് പറയായിരുന്നു. അടുത്തത്, 2ാമത്തെ പോയിന്റ്, വടക്കാഞ്ചേരിയിലെ ജയന്തന്റെ പീഡനവും CPM നേതാവായ അഡ്വക്കേറ്റ് റഹീമിന്റെ പീഡനവും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയുടെ പീഡനവും പാർട്ടി കൈകാര്യം ചെയ്ത വിധം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഹരിസ്വാമിയുടേത് ഹിന്ദു ജനത കൈകാര്യം ചെയ്ത രീതിയെ കുറിച്ചിട്ടാണ് നേരത്തെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞ വരികൾ. ജയന്തന്റെ ഭാഗം പരമാവധി ന്യായീകരിച്ചു. ഇരകളായ സ്ത്രീയെ രാധാകൃഷ്ണൻ പേരെടുത്ത് പറഞ്ഞ് വ്യക്തിഹത്യ നടത്തി. അത് പുറത്തു കൊണ്ടുവന്ന ഭാഗ്യലക്ഷ്മിയെ ഒറ്റപ്പെടുത്തി. എങ്ങനെയാണ് ജയന്തന്റെ ഭാഗത്തെ പാർട്ടി ന്യായീകരിച്ചത്? ഇന്നലെ മലയാള സിനിമയിൽ സ്ത്രീ കൂട്ടായ്മ മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഭാഗ്യലക്ഷ്മിയെ വിളിക്കാത്തതിന്റെ കാരണവും മറ്റൊന്നല്ല, ഇപ്പോഴും ജയന്തനെ താങ്ങുന്നു എന്നതാണ് എന്ന് തോന്നുന്നത്. ഇപ്പോഴും പാർട്ടി ജയന്തനെ താങ്ങുന്നു. അഡ്വക്കേറ്റ് റഹീം ഇപ്പോഴും പാർട്ടിയിൽ വിലസുന്നു. കേസ് ഒതുക്കാനുള്ള ശ്രമവും നടക്കുന്നു. P ശശിയെ കുറെ ന്യായീകരിച്ച് അവസാനം നിവൃത്തി ഒന്നുമില്ലാതെ പുറത്താക്കി. 3ാമത്തെ പോയിന്റ്, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ഐസ്ക്രീം കേസ് ഇടതനം വലതനം സബൂറാക്കി കൊടുത്തു. ഇപ്പോഴും ലീഗിലും ഐക്യജനാധിപത്യ മുന്നണിയിലും അതിശക്തനായിട്ട് ഇപ്പൊ MP കൂടിയായിട്ട് അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു. 4ാമത്തെ പോയിന്റ്, അഭയ കേസ് 10-25 വർഷം മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് അഭയ എന്നൊരു കന്യാസ്ത്രീ അച്ഛന്മാർ ബലാത്സംഗം ചെയ്തു കൊന്ന് കിണറ്റിൽ തള്ളിയതായിരുന്നു എന്ന് കുറേയേറെ റിപ്പോർട്ടുകളുണ്ട്. അങ്ങ് വടക്കേ ഇന്ത്യയിൽ പള്ളിയുടെ പുറത്ത് കാക്ക കാഷ്ടിച്ചാലോ അച്ഛന്മാരുടെ നനച്ചിട്ട ലോഹ പട്ടി കടിച്ചു മുറിച്ചാലോ ഇങ്ങ് കേരളത്തിൽ മുലകുടി മാറാത്ത കുട്ടികളെ വരെ തെരുവീതികളിൽ കൂടി നടത്തി പ്രതിഷേധിച്ചവർ ആരെയും അഭയയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് തെരുവിലോ ധർണയിലോ ഉപവാസത്തിലോ ഒന്നും കണ്ടില്ല.
എന്തേ അവർക്ക് നാവ് ഇറങ്ങിപ്പോയിരുന്നോ? അവസാനം സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം കേസിൽ അറസ്റ്റിലായ അച്ഛന്മാരെയും മണവാട്ടികളെയും രക്ഷപ്പെടുത്തി ഫോറൻസിക് ഡയറി വരെ തിരുത്താൻ കോടികൾ ചെലവാക്കി. എന്നിട്ടും ഒരു കുഞ്ഞാടുകളും ഇതിനെപ്പറ്റി ഒരിടത്തും ഒരക്ഷരവും ഉരിയാടിയില്ല. മാത്രവുമല്ല, സഭ നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്നിവയുടെ കേരളത്തിലെ വൈസ് ചാൻസലറാണ് ഫാദർ തോമസ് കോട്ടൂർ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് കൂടി കണ്ടു നോക്കുക. കേരളത്തിൽ ആരെങ്കിലും ഇതിനെതിരെ പ്രതിഷേധിച്ചത് കണ്ടുവോ? യൂട്യൂബിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അടുത്തത്, ഫാദർ റോബിനെ ഇപ്പോഴും താങ്ങുന്നത് സഭയാണ് എന്നും കാണുക. ആ നിലയ്ക്ക് ഹിന്ദു സമൂഹത്തിന്റെയും സംഘടനകളുടെയും നിലപാട് ശാഖനീയമാണ്. വേട്ടക്കാരനോടൊപ്പം നിൽക്കാതെ ഇരയോടൊപ്പം നിന്ന് ഒറ്റക്കെട്ടായി. ഇത് ഓരോ ഹിന്ദുവും നെഞ്ചത്തേൽക്കണം. പ്രത്യേകിച്ച് DYFIയിലും SFIയിലും ഉള്ള യുവാക്കൾ ഇതൊന്ന് മനസ്സിലാക്കണം. CPIയിലുള്ള യുവാക്കൾ, AIYFിലുള്ള യുവാക്കൾ, കോൺഗ്രസിലുള്ള യുവാക്കൾ, നിങ്ങളുടെ രക്തം ഹിന്ദു രക്തമാണ്. ഹൈന്ദവ ജനതയ്ക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്നും മുതലെടുക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ചതിനെ ഒരൊറ്റ നാവുകൊണ്ട് ഒരൊറ്റ സന്ദേശം കൊടുത്ത് ഐക്യത്തിന്റെയും യൂണിറ്റിയുടെയും പ്രതിബദ്ധത അറിയിച്ച ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷേ മറ്റു മതസ്ഥര്, മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാര് ഇതിനേക്കാൾ എത്രയോ നീചമായിട്ട് സംഭവിച്ചത് ഏത് രീതിയിൽ അവരവരുടെ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കുന്നു എന്ന് പാർട്ടിയിൽ അംഗത്വമുള്ളവര്, വലിയ ഇൻവോൾവ്മെന്റ് ഇല്ലാത്തവരും കൂടി ചിന്തിക്കണം. സത്യത്തിന്റെ കൂടെ നിൽക്കുക. നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുക. പാർട്ടിയുടെ കൂടെ നിൽക്കണ്ട. ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക. നീതിയുടെ കൂടെ നിൽക്കുക. ന്യായത്തിന്റെ കൂടെ നിൽക്കുക. പ്രണാമം. നമസ്കാരം.